പൗലോസ് പറയുന്ന പോലെ പറയാൻ നമുക്ക് സാധിക്കും? അത് പറയാൻ നമുക്ക് സാധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ വലിച്ചു കയറ്റിയ ശ്വാസം ഉണ്ടല്ലോ, പുറത്തേക്ക് കളയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എവിടേക്കാ ചെല്ലണമെന്ന് അറിയാമോ? ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലണേ. ഇപ്പൊ നമുക്കിനി എണീറ്റ് ഇങ്ങനെ കൈയിലേക്ക് വീശിട്ട് നടക്കാൻ പറ്റില്ല. ഇതിങ്ങനെയാവുന്ന ഒരു സമയമുണ്ട്. അന്ന് പിന്നെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ നമ്മളെ കൊണ്ട്? ഇത് അങ്ങനെ എടുത്ത് ഒരു 6 അടി മണ്ണ് മാറ്റി അവിടെ കൊണ്ട് വെച്ച് കൂടിയിടാനല്ലാണ്ട് എന്തിനും കൊള്ളു. എന്നായ കാലത്ത് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ഉപദ്രവവും നിന്ദയും ഇതൊക്കെ ഏറ്റേക്കാം. അത് പൂരിപ്പിക്കുക, ക്രിസ്തുവിന് വേണ്ടി പൂരിപ്പിക്കുക. ശരീരമായ സഭ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നമുക്ക്? ശരീരമായ സഭ, ഈ ശരീരം കർത്താവ് വില കൊടുത്ത് വാങ്ങിയതാ. അടുത്ത ദിവസം ഇത് ശരീരം കർത്താവ് വില കൊടുത്ത് വാങ്ങിയതാ. ഈ ശരീരത്തിൽ കർത്താവ് വസിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ക്രിസ്തു വില കൊടുത്ത് വാങ്ങിയ ശരീരമായ സഭയിൽ ഇതിൽ പൂരിപ്പിക്കാൻ തയ്യാറാകണം. ശുശ്രൂഷണ മേഖലയിൽ നിൽക്കുമ്പോൾ നമുക്കെതിരെ പോരാട്ടമുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ടോ? എന്തിനു കൊള്ളാമെന്ന് പറയുന്നല്ലോ. ഇതിന് ഭേദം അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്ന കൊണ്ടിട്ടുണ്ടോ? ഇതെല്ലാം സഹിച്ചോളണം, ഇതെല്ലാം പൂരിപ്പിച്ചോളണം. ക്രിസ്തുവിന് വേണ്ടി നമ്മളെല്ലാം ഇതെല്ലാം സഹിക്കാൻ നാം ഓരോരുത്തരും യോഗ്യരാണ്. നമുക്ക് 6 ദിവസം വേല ചെയ്യാൻ സമയമുണ്ടല്ലോ. 6 ദിവസം വേല ചെയ്യാൻ സമയമുണ്ട്. ഒരു ദിവസം ദൈവത്തിന് കൊടുക്കുന്നതിൽ നാം പിശുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ, ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിന് പിശുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ശരീരമായ സഭയുടെ ഇനി എന്തുകൊണ്ട് പൂരിപ്പിക്കാനാണ് പോണത്? ഈ ശരീരമായ സഭയുടെ എന്താ എക്സ്ട്രാ പൂരിപ്പിക്കാൻ പോണത്? 2.5 മണിക്കൂർ 3 മണിക്കൂർ പോലും വേണ്ടതുപോലെ ദൈവത്തിന് കൊടുക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ വചനം അവർക്ക് ചേരുവോ? നമ്മുടെ ബുദ്ധിക്ക് ചിന്തിച്ചു നോക്കി, ചേരുവോ? ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്? കപ്പയ്ക്ക് മണ്ണിടും, മുളകിന് മണ്ണിടും, മുളകിന് വെള്ളം ഒഴിക്കും, ചെടിക്ക് വെള്ളം ഒഴിക്കും. ഇത് കുറച്ച് ദിവസം നല്ല വെയിൽ വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഉണങ്ങിപ്പോകും. പക്ഷേ ക്രിസ്തുവിന് വേണ്ടി കൊടുത്താലോ, ക്രിസ്തുവിന് വേണ്ടി വില കൊടുത്താലോ, അത് ഇവിടെ കൊണ്ട് തീരോ? ഇവിടെ കൊണ്ട് തീരില്ല. ഇതിനും പ്രതിഫലം ലഭിക്കും. ഇതിനും ഒരു ദൈവം ഒരു കാര്യം ഒരുക്കി വെച്ചിട്ടുണ്ട്, പ്രതിഫലങ്ങളെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിസ്സാരമായി കാണുന്ന പലതിനും എണ്ണി കണക്ക് കൊടുക്കേണ്ട കാലഘട്ടം വരും. എണ്ണി കണക്ക് കൊടുക്കേണ്ട. അന്ന് നമ്മൾ വചനം പറഞ്ഞ ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദൂഷിക്കുന്തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തിയെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മാതൃപ്പെടുത്തേണ്ടത്. ജാതികൾ നമ്മെ ദുഷ്പ്രവർത്തിക്കാരൻ ദുഷിച്ച് കടന്നു വരുന്ന കാലഘട്ടത്തിൽ അവരുടെ ഇടയിൽ നാം ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു സമയമുണ്ടല്ലേ? കാഹളം നിൽക്കുമ്പോൾ, നാം കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ എല്ലാവരും ന്യായസ്ഥാനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും അത് ദൈവം കൽപ്പിച്ചതാണ്. എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അന്ന് പൂരിപ്പിക്കാൻ കിട്ടിയ സമയമെല്ലാം പൂരിപ്പിക്കാതെയാണ് ഞാൻ പോയെങ്കിലോ? പിള്ളേർക്ക് ഉത്തര പേപ്പർ ചോദ്യം പൂരിപ്പിക്കാം, വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാതിരുന്നില്ല ടീച്ചർ മാർക്ക് കൊടുക്കും. ടീച്ചർ അവിടെ കുറുക്കുറു വച്ചിടും. പൂരിപ്പിക്കണം. ചില ടീച്ചർമാര് പറഞ്ഞു ഒന്നും കിട്ടാൻ പറ്റിയില്ല, എന്തെങ്കിലും എഴുതി വെക്കുന്ന പറയും. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു ടിക്കണം, എന്തെങ്കിലും ഒരു മാർക്ക് ഇടുന്ന പാസ് മാർക്ക് ഇടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് പൂരിപ്പിക്കണം. അങ്ങനെ എന്തെല്ലാം പൂരിപ്പിക്കാൻ നമുക്ക് എന്തെല്ലാം അവസരങ്ങളുണ്ട് അല്ലേ? പുറത്തേക്ക് ഇറങ്ങിയ പുറത്തേക്ക് റോഡിൽ പോകുമ്പോൾ കുറച്ചൊരു ട്രാക്ടർ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങള് ഈ നമ്മുടെ നെടുമ്പാശ്ശേരി ചർച്ചകളെ ബന്ധത്തിൽ പ്രവർത്തനം നടത്തിയപ്പോ ട്രാക്ടറിന് ചെല്ലാം കൊടുത്തു. അവിടെ വെച്ചേരെന്ന് പറയണ എന്നോട്. ഞാനവിടെ വെച്ചു. അച്ഛന്റെ പേരെന്താ? പേരും കാര്യങ്ങളൊക്കെ പറയണപ്പോ അപ്പൊ അവിടുന്ന് അതവിടെ വെച്ചേരെന്ന് പറഞ്ഞു. അതവിടെ വെച്ചു. എന്റെ പേരൊന്നും ചോദിക്കാൻ കണ്ട പൊക്കോളം പറഞ്ഞു. ഓക്കെ, സന്തോഷത്തോടെ പോകുന്നു. നിങ്ങൾക്ക് എന്നോട് പേര് പറയാൻ ഭയപ്പെട്ടിരിക്കുക, ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ പാടില്ല. സന്തോഷത്തോടെ ഇത് ശരിയെന്ന് പറഞ്ഞ് പോകുന്നു. അപ്പുറത്തെ വീട്ടിലേക്ക് വന്നപ്പോ കർട്ടൻ മാറ്റിയിട്ട് എന്തെന്ന് വെച്ചു, സുശേഷ പ്രവർത്തനമായിട്ട് കടന്നു വന്നാ അവിടെ വെച്ചു പോന്നു. സന്തോഷത്തോടെ പോന്നു. അടുത്ത വീട്ടിൽ കയറി ചെന്നു. അത് നമസ്കാരം വീടായിരുന്നു. കയറി വാന്ന് പറഞ്ഞു. അച്ഛൻ കുരുമുളക് ഉറങ്ങാൻ പോയേക്കണം. കുരുമുളക് ഉറങ്ങാൻ അപ്പോഴത്തേക്കും പഴവും ബിസ്ക്കറ്റും
അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വെള്ളമൊക്കെ കുടിപ്പിച്ച് കുറച്ച് ബിസ്ക്കറ്റൊക്കെ കൊച്ചിൻ്റെ കയ്യിലൊക്കെ കൊടുത്തു വിടും. ഫോൺ ഒഴുകി ഇരുന്നോളാനൊക്കെ പറഞ്ഞു. എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എവിടെ ഒരു ആശ്വാസമുണ്ട്. ഒരു ആശ്വാസത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേ. അന്ന് എന്ത് കരുതി ഇനി ഒരു വീട്ടിലും ക്യാമറയില്ലാതെ തീരുമാനം എടുക്കാൻ വ്യവസ്ഥ നമുക്കില്ല. അതെല്ലാം സഹിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ക്രിസ്തുവിനെ ക്രൂശിക്കാന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ ആർത്ത് വിളിച്ചു അല്ലെ. ഒരു കൂട്ടം ആളുകൾ ആർത്ത് വിളിച്ചു. എന്നിട്ട് അവർ പറഞ്ഞ വാക്കുണ്ട്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേലും വരട്ടെ. സുശീലമായി കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഇറക്കി വിടുമ്പോൾ നമ്മൾ പൂരിപ്പിക്കുകയാണ് ദൈവമക്കളെ. പൂരിപ്പിക്കുക. ഒരു കൂട്ടം ആളുകൾ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത് അത് കയ്യോടെ സ്വീകരിക്കുക. സന്തോഷത്തോടെ സ്വീകരിക്കുക. സന്തോഷത്തോടെ സ്വീകരിച്ച് എന്ത് ചെയ്യുക? കർത്താവിന് മഹത്വം പറഞ്ഞ് ഇറങ്ങി പോവുക. അവിടെ വെച്ച ചെറുലേഖകൾ അദ്ദേഹം വായിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് ഭാര്യയോ മക്കളോ അതവിടെ വീട്ടിലിരിക്കുക. ഈ വചനം ജീവനായി തീരില്ല എന്ന് പറയാൻ പറ്റുമോ? ഇതെന്തെങ്കിലും ജീവനായി തീരും. ആമേൻ. ഇത് ജീവനായി തീർന്ന് ആമേൻ. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്ന ഏതെങ്കിലും ദേവദാസന്മാര് പണ്ട് ഇവരൊക്കെ സാക്ഷ്യം പറയും, ഇതിന്റെ ആരാ കൊടുത്തത് അത് ദൈവത്തിനറിയാം. ആരവിടെ കൊണ്ടുപോയി കൊടുത്തതെന്നുള്ളൂ. ഇത് കൊടുക്കാതിരുന്നാലോ അയ്യോ. ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ പറയും അവിടെ ആ വീട്ടിൽ പോട്ടെ ഇപ്പുറത്തെ വീട്ടിൽ പോട്ടെ, അവരൊന്നും ഞങ്ങളോട് മിണ്ടില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് പ്രവർത്തനത്തിൽ പോയി നമ്മൾ ചെന്നാ നമ്മുടെ വീട്ടിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. സന്തോഷത്തോടെ ചെന്നോളണം. നമ്മുടെ വീട്ടിലൊക്കെ പ്രവർത്തനമൊക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ വീടിന്റെ പരിസരമൊക്കെ പ്രവർത്തനത്തിന് എല്ലാവരും കൊടുക്കും. ചെറുതായിട്ട് കൊടുത്തു. എന്റെ വീടിന്റെ മുറ്റത്തൊന്ന് ഞാൻ പ്രസംഗിക്കും. അപ്പോൾ റോഡിയുടെ കൂടെ ഇവന്റെ വീടിന്റെ മുന്നിൽ എന്റെ വീടിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാം. അപ്പൊ പച്ചപ്പനും കുഞ്ഞുമൊക്കെ അവിടെ ഇറങ്ങി പ്രസംഗം കേൾക്കാൻ നിൽക്കുക. അപ്പൊ ഒരു ആഗ്രഹം ഇല്ലാണ്ടല്ലോ. നമ്മൾ തയ്യാറില്ല. നമ്മൾ തയ്യാറാകണം. നമ്മൾ തയ്യാറായി പോയാൽ ആമേൻ. ബാക്കിയുള്ളത് അവിടെ പോണവര് അതിലേക്കാണല്ലേ പോണത്. തൊട്ടടുത്തുള്ളവർ ഇപ്പുറത്തുള്ളവരൊക്കെയല്ലേ പോകുന്നത്. അവരെ കാണും ചിരിച്ചിട്ട് പോകുമ്പോൾ ആ പരിഹാസമൊക്കെ സന്തോഷത്തോടെ ഏറ്റെടുക്കണം. ശരീരമായ സഭയിൽ അങ്ങ് പൂരിപ്പിച്ചു വെച്ചേക്കുക. ആമേൻ. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്റെ ചാർട്ടുകൾ എടുക്കുമ്പോൾ ഒന്നും വരയില്ലാതില്ല, എല്ലാം പൂരിപ്പിച്ചു. നീ എല്ലാം പൂരിപ്പിക്കും. നീ ഒന്നും നിനക്ക് പൂരിപ്പിക്കാനില്ല. അങ്ങനെയാണോ? ഇന്ന് ആരെങ്കിലും നമ്മൾ പൂരിപ്പിക്കുന്നുണ്ടോ? ഏതെങ്കിലും പൂരിപ്പിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? കൂട്ടുകാരിയോട് സൂചന പറയാറുണ്ടോ? കൂട്ടുകാരോട് സൂചന പറയാറുണ്ടോ? മോള് സൂചന പറയാറുണ്ടോ? സൂചന പറയാറുണ്ടോ? ഇല്ല. സൂചന പറയണം. സൂചന പറയണം. കൺമുമ്പിൽ കാണുന്ന സഹോദരനോട് സൂചന പറയണം. അന്നേരം അവരെ ഇപ്പൊ നമ്മളെ മാറ്റി നിർത്തേക്കാം. ടൂറൊക്കെ പോകുമ്പോ നീ ഞങ്ങളുടെ സീറ്റിൽ ഇരിക്കുന്ന ഒറ്റയ്ക്ക് ഇരുത്തിക്കോട്ടെ. അവിടെ പൂരിപ്പിച്ചു. അവിടെയൊക്കെ നമ്മൾ പൂരിപ്പിച്ചു. അതെല്ലാം ഫില്ല് ചെയ്ത് പോയേക്കാം. കേൾക്കുന്ന പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ നാം ആയി തീർന്നിട്ടുണ്ടെങ്കിൽ നാം ഭാഗ്യ പദവിയിലേക്ക് എവിടെ പ്രവേശിക്കുന്നത്? പൗലോസ് പറയുന്ന പോലെ തന്നെ അവരുടെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവാലോചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് ഈ ദൈവാലോചന ആ ഘോഷണം നിവർത്തിക്കേണ്ടതിന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ഈ ശുശ്രൂഷകനെ മാനിക്കുന്നവരുണ്ടാവും, ശുശ്രൂഷകൻ പോരാന്ന് പറയുന്നവരുണ്ടാവും. എന്ത് തന്നെയായിരുന്നാലും ദൈവമാക്കി വെച്ചിരിക്കുന്ന സമയം ഉള്ളിടത്തോളം കാലം വചനഘോഷണം നിങ്ങളിൽ നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ആമേൻ. വാസ്തവമായിട്ട് ഏറ്റെടുക്കട്ടെ. വചനം നമ്മെ ജീവനായി തിരിക്കേണ്ടത്. ഒരു കൂട്ടം ആളുകൾ നമ്മെ കുറ്റപ്പെടുത്തിയാലും തള്ളിക്കളഞ്ഞാലും ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവമാക്കി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? വചനഘോഷം നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പൊ ഇത് പൂരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ, വേദന കടന്നു വരുമ്പോഴും ഹല്ലേലൂയ, ഒറ്റപ്പെടുന്ന അനുഭവം കടന്നു വരുമ്പോഴും ഇല്ലായ്മയുടെ അനുഭവം കടന്നു വരുമ്പോഴും ഹല്ലേലൂയ, അവിടെ എല്ലാം ദൈവം ആ തന്നതെല്ലാം ഫില്ല് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ദൈവം നമ്മെ സഹായിക്കും. തുടങ്ങുന്ന സമയത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനോട് ബന്ധത്തിൽ ചിന്തിക്കുന്ന ആളുകൾ അത് പിന്നീട് ദിവസം ചിന്തിക്കാം. ദൈവം സഹായിക്കട്ടെ. കേൾപ്പിച്ച വചനം എല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. നമ്മൾ കേട്ട വചനം ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ മാഞ്ഞു പോകരുത്. നിങ്ങൾ വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടത്, കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതി പോകരുത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പിശാച് മഹാക്രോധത്തോടെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിന്മേൽ നമുക്ക് ജയമെടുക്കണമെന്നുണ്ടെങ്കിൽ നാം പ്രാപിച്ച ബലം
ആ പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ വസിക്കണം. ശരീരമായ സഭയോടുള്ള ബന്ധത്തിൽ സംസാരിക്കുമ്പോൾ അതിന് സൂക്ഷിക്കുവാനും അതിനുവേണ്ടി സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥ. നാം സ്നാനപ്പെടുമ്പോൾ തന്നെ ദേവദാസന്മാർ പറയും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവിതത്തിലാക്കി ദൈവത്തിന്റെ സന്നിധി ഒരു അവിശ്വസ്തതയുടെ ഒന്നും ഉണ്ടാകണം. വിശ്വസ്തരായ നമുക്ക് ജീവിക്കാം. ദൈവം തന്നെ സഹായിക്കട്ടെ. വചനത്തെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ജോസഫിന്റെ ശബ്ദം പ്രാർത്ഥിച്ചു.